കോളിഫ്ലവർ ബജി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. കടലപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് റവയും കുറച്ച് കോൺഫ്ലവറും. ഇത് മൂന്നും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്രിപ്സി ആയിട്ടിരിക്കും. അതാണ്. അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കായം ഇത്തിരി ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കായം, ഉപ്പ്, പിന്നെ ബേക്കിംഗ് പൗഡർ. ഇത്രയും സാധനങ്ങൾ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വൈകുന്നേരം ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ ഞാനത് രാവിലെ കലക്കി വെക്കും. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ അടിപൊളിയായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ചട്ടി ഇറപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇരുമ്പിൻ്റെ കനം കുറഞ്ഞ ചട്ടിയാണ് കേട്ടോ. നമുക്ക് ചെറുതായിട്ട് വലിയ ചട്ടിയൊന്നും എനിക്കില്ല. ഇതിലാണ് ഞാനെല്ലാം ഉണ്ടാക്കണത്. ഇപ്പോൾ അത്യാവശ്യം കനമുണ്ട്. ഇത് വെള്ളം വാങ്ങിച്ചതാണ്. ഇത് പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും. നമുക്ക് പിന്നെ എന്താണെന്നറിയോ, നമ്മൾ എപ്പോഴും ഇത് എണ്ണ ഇതാക്കി വെച്ചോളണം, അല്ലെങ്കിൽ തുരുമ്പെടുത്ത പോലെ ആയിപ്പോകും. അപ്പോൾ അത് സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ നല്ലതാണ്. നമുക്ക് വൈകുന്നേരം ഇങ്ങനെ ചെറുതായിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം. ഞാനിത് തന്നെയാണ്, ഇതിൽ തന്നെയാണ് എല്ലാം ചെയ്യാറ്. അപ്പോൾ നമുക്കതിലേക്ക് ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോ കോളിഫ്ലവർ ഇങ്ങനെ മുക്കി അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ തീ കുറച്ചും കൂട്ടിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കത് മുരിച്ചെടുക്കണം കേട്ടോ. ഇവിടെ കോളിഫ്ലവർ നമ്മൾ തോരൻ വെക്കാൻ അങ്ങനെയൊന്നും ക്യാബേജ് പോലെയൊക്കെ നമുക്ക് തോരൻ വെക്കാം. ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങനെ വാങ്ങിക്കാറേ ഇല്ല. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ ആ സാലഡിൽ ഇടാൻ വേണ്ടിയൊക്കെ ഞാൻ ഇടയ്ക്ക് വാങ്ങിക്കും. ബ്രോക്കോളി നമുക്ക് ഇവിടെ ഒന്നും കിട്ടാനില്ല. ബ്രോക്കോളി ലുലു തന്നെ പോകണം വാങ്ങിക്കാം. ബ്രോക്കോളിയൊക്കെ ഇടയ്ക്ക് അവിടെ പോകുമ്പോഴാണ് വാങ്ങിക്കുന്നത്. ഇനി ബ്രോക്കോളിയൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഡിഷായിട്ടൊക്കെ വരാവേ. ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പുറത്തോട്ടൊന്നും ഇറങ്ങില്ല കേട്ടോ. അടുപ്പൊക്കെ പുറത്താണ്. ഞാൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ സ്റ്റൗവിൽ തന്നെ ചെയ്യുള്ളൂ. അടുപ്പിൽ വല്ല ചോറ പിന്നെ മീൻകറിയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുറത്ത് വെക്കുള്ളൂ. എല്ലാവരൊക്കെ അകത്ത് തന്നെ നിങ്ങൾ ചെയ്യും. ഇത് ടൊമാറ്റോ സോസൊക്കെ കൂടി പിള്ളേർ കഴിച്ചോളും. അവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. നിങ്ങളിത് ഉണ്ടാക്കണമെങ്കിൽ കോൺഫ്ലവർ ഉറപ്പായിട്ടും ചേർക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തണുത്ത് പോകുമ്പോൾ വെറുതെ ചിളച്ചിളാന്നിരിക്കും, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി റവയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് നല്ല ഇതായിട്ടിരിക്കും. അത് കുറച്ച് ആറിക്കഴിഞ്ഞാലും അത് നല്ല ഇതായിട്ടിരിക്കും. ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. കുറച്ച് വലിയ കഷ്ണമായി പോയി എന്ന് തോന്നണം. എനിക്കൊന്നും കൂടി ചെറുതാക്കണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. കുറച്ച് വലുതായിട്ട് നമുക്കൊന്ന് ചെറുതാക്കിയിട്ട് ഉണ്ടാക്കി നോക്കാം. കുറച്ചുകൂടി ചെറിയ പീസാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. ടേസ്റ്റല്ല, കുട്ടികൾക്ക് അത് അത്ര വലിയ കട്ടിയുള്ളതൊന്നും വലിയ ഇഷ്ടപ്പെടില്ലല്ലോ. ചെറുതുണ്ടാക്കാം. ഞാൻ കുറച്ച് ചെറിയ പീസാക്കി കേട്ടോ. അപ്പോൾ കുറച്ച് കൊള്ളാതെ വലിയ പീസാണെങ്കിലും കൊള്ളാം. ഇത് ഈ കോളിഫ്ലവർ ഇല്ലേ, ക്ലീൻ ചെയ്ത് എങ്ങനെ സൂക്ഷിക്കാമെന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കാണാത്ത ആളുകൾ പോയി കാണണേ. നമ്മൾ കോളിഫ്ലവർ വാങ്ങിച്ച് കുറേ ദിവസം അത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുക, അതെല്ലാം പൊട്ടയായി പോകും. അപ്പോൾ നിങ്ങളതുപോലെ വാങ്ങിച്ച് കൊണ്ടുവരുമ്പോൾ തന്നെ അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തിളച്ച വെള്ളത്തിലിട്ട് അത് ഫ്രഷായിട്ട് നിങ്ങൾ നല്ലൊരു കവറിലോ അല്ലെങ്കിൽ ഒരു ബോക്സിലോ ഒക്കെ സൂക്ഷിച്ച് വെക്കണേ കേട്ടോ. അല്ലെങ്കിൽ അത് നല്ല പൈസ കൊടുത്ത് വാങ്ങിക്കണേല്ലേ, അത് കേടായി പോകും. പിന്നെ അതിനൊരു ഒരു ടേസ്റ്റ് ഉണ്ട്. അത് നമ്മൾ ഈ തിളച്ച വെള്ളത്തിട്ട് കഴിയാൻ നേരത്തെ അതങ്ങ് മാറിക്കോളും. പിന്നെ നമുക്ക് കറി വെക്കാനൊന്നും കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കണമെങ്കിലും അത് ആ ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് ആവശ്യത്തിനുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അത്രയും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ചുകൂടി ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സാലഡ് ഉണ്ടാക്കി, പിന്നെ ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ അത് കേടാവാതെ അങ്ങനെ ഇരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ കേട്ടോ. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്.